ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ വഴുതനങ്ങ വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. വഴുതനങ്ങ നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഇത് അടുപ്പിൽ ചുടേണ്ടതാണ്, എന്നാലും ഞാൻ ഈ ചട്ടിയിലാണ് ചുടാൻ പോണത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചട്ടിയിൽ ചുട്ടെടുക്കാം കേട്ടോ. അതിന് വേണ്ടി 4 പച്ചമുളകുണ്ട്, ഒരു 4 വെളുത്തുള്ളി ഉണ്ട്, ഒരു 5 ചുവന്നുള്ളി ഉണ്ട്, കുറച്ച് കറിവേപ്പില ഉണ്ട്. നമുക്കിതൊന്ന് പൊളന്നെടുക്കാം. ഇതെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് പൊളന്നെടുക്കാം കേട്ടോ. ഇതിങ്ങനെ പൊളന്ന് വയ്ക്കാം. ഇതെല്ലാം പൊളന്നെടുത്തിട്ടുണ്ട്. നമുക്കിനി ചട്ടി അടുപ്പത്ത് വയ്ക്കാൻ ചൂടാനുള്ള. ചമ്മന്തിക്ക് ചേർക്കാനുള്ള ഒരു ചെറിയ ഉടമ്പുളിയല്ല, വാളംപുളി പിഴിഞ്ഞ വെള്ളം എടുത്ത് വയ്ക്കണം നമ്മൾ. ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇത് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അടുപ്പിൽ ചൂടാനുള്ളതാണ്, എന്നാലും ഞാൻ ഈ പാത്രത്തിൽ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ചൂടായിക്കോട്ടെ പാത്രം. ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം നമുക്ക് പാത്രത്തിൽ. ഒന്ന് പെരക്കി നമുക്ക് കമത്തിയിടാം ആദ്യം. ആയിക്കോട്ടെ കേട്ടോ. ഇതെല്ലാം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടുപ്പാണെങ്കിൽ നമുക്ക് വാഴയില പൊതിഞ്ഞങ്ങോട്ട് ഇട്ടാൽ മതി, വേഗം വെന്ത് കിട്ടും. പക്ഷെ നമുക്ക് അടുപ്പൊന്നുമില്ല, തീ കത്തിക്കാൻ സൗകര്യമില്ല. അപ്പം നമ്മളിങ്ങനെ ചുട്ടെടുക്കാം. ഒന്ന് മറിഞ്ഞ് ചുട്ട് വെന്ത് കൊട്ടേട്ടാ, വെയിറ്റ് ചെയ്യാം. വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അകവും പുറമൊക്കെ വേകണം. വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിൻ്റെ അരികിൽ തന്നെ കോരി വയ്ക്കാം കേട്ടോ. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും, 4 അല്ലി വെളുത്തുള്ളിയാണ്, 5 ചുമന്നുള്ളി, 4 പച്ചമുളക്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
എണ്ണയൊന്നും വേണ്ട കേട്ടോ. ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണയും വേണ്ട, ഇതും വേണ്ട, ചട്ടിയും വേണ്ട. നമുക്ക് വാഴയില പൊതിഞ്ഞ് ചുട്ടെടുത്താൽ മതി. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് വാടി, ഉള്ളിയെല്ലാം വാടിയിട്ടുണ്ട്. നമുക്ക് കോരി പാത്രത്തിലാക്കാം. സ്റ്റൗ ഓഫാക്കുവാണ്. നമുക്കെല്ലാം കൂടി ഇതിലേക്കിടാം. ഇത് വഴറ്റിയത് കണ്ടല്ലോ, എല്ലാം വഴറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കാൻ നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പുളി ഒഴിക്കുന്നതുകൊണ്ട് ഇത്തിരി ഉപ്പ് വേണം. ഈ പുളിവെള്ളം ഇതിലൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. എൻ്റെ കൂടെ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അടിച്ചു വരാം കേട്ടോ. കേട്ടോ, അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റിയായ ചമ്മന്തിയാണ് കേട്ടത്. പെട്ടെന്ന് കറിയൊന്നുമില്ല, ദോശയ്ക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 2 വഴുതനങ്ങ ഉണ്ടെങ്കിൽ ചമ്മന്തി ആക്കാം. ഈ പുളിവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ചമ്മന്തി ഉണ്ടല്ലോ, വഴുതനങ്ങ ചമ്മന്തി. 3 ചെറിയ വഴുതനങ്ങയാണ് എടുത്തത്. അതിന് പച്ചമുളക് 4 എണ്ണം, 5 ചുമന്നുള്ളി, 4 വെളുത്തുള്ളി, ഒരു 2 കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, മുളക് പൊടി. ഇത്രയും സാധനം മതി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് നല്ല ടേസ്റ്റിയായ ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി, നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റിയും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരിലേക്കും ഷെയർ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.